ഈ ഓരോ ദിവസം ഓരോ ആളുകളാണ് മീഡിയ സ്പേസ് അങ്ങ് കൊണ്ടുപോകുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ മീഡിയ സ്പേസ് കൊണ്ടുപോകുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ദേശീയ തലത്തിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിപ്പിക്കാൻ അനുവദിക്കാതെ രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു അക്ഷരം മിണ്ടരുത് എന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ച് വലിയ ഒച്ചപ്പാടും ബഹളവുമൊക്കെയായി നമ്മുടെ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും അടക്കം 8 MP സസ്പെൻഡ് ചെയ്തു. രാഹുൽ ഗാന്ധി ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് മോദി ഒപ്പിടാനുള്ള സാഹചര്യമുണ്ടായത് അദാനിയുടെ കേസും എപ്സ്റ്റീൻ ഫയലുമാണെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത ദിവസമായിരുന്നെങ്കിലും നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലും ഫേസ്ബുക്കിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്നത് സാക്ഷാൽ നമ്മുടെ ഷെഹനാസ് ആയിരുന്നു. ഷെഹനാസ് ഒരുപക്ഷെ എഴുത്തുകാരിയായിട്ടും പബ്ലിഷറായിട്ടുമൊക്കെ ഇത്രയും നാൾ നിന്നിരുന്നെങ്കിലും കേരളത്തിൽ ഇത്രയും വലിയൊരു സ്പേസ് എല്ലാ ചാനലുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിൽ പിന്നെ എതിർക്കുന്നവരുടെ ആക്ഷേപങ്ങളിലൊക്കെയായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഷെഹനാസിൻ്റെ അഭിമുഖം കുറച്ച് ഞാൻ ലൈവായി കേട്ടു. എനിക്ക് ഷെഹനാസിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ആകെ നിയന്ത്രണം വിട്ട് മറ്റേ തിരുവനന്തപുരത്ത് കരിയോയിലൊക്കെ ഒഴിച്ച ആ നടിയുടെ ഒരു റേഞ്ചിലേക്ക് നിയന്ത്രണം വിട്ടു പോകുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ കോഴിയെന്നും കാട്ടുകോഴിയെന്നും പിന്നെന്താണ് അതിൻ്റെ അപ്പുറത്തെ ലൈംഗിക വൈകൃതമെന്നും ഒക്കെ പറഞ്ഞ് വല്ലാതെ എന്താ പറയുന്നത് വികാരനിർഭരമായി ആകെ തിളച്ചു മറിയുന്ന ഒരു സ്റ്റേജിലേക്ക് അങ്ങ് മാറുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ വളരെ ശാന്തമായി നമ്മുടെ കയ്യിലുള്ള പോയിൻ്റുകൾ വെച്ച് അതിനെ ശാന്തമായിട്ടാണ് നേരിടേണ്ടത്. എന്നിട്ടതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി എന്നെക്കൊണ്ട് ഒത്തിരി നിങ്ങളങ്ങ് പറയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച അവസാനിപ്പിക്കുന്നത് കണ്ടു. കൂട്ടത്തിൽ കോഴിക്കോട് DCC പ്രസിഡൻറ്റിനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കുമൊക്കെ ഷെഹനാസ് എന്താ പറയുന്നത് അവരെയൊക്കെ ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ട് ഈ പറയുന്ന തൻ്റെ ഒരു നിലപാടിൻ്റെ കാർക്കശ്യത്തിൻ്റെ അല്ലാത്തൊരു സംഗതിയൊക്കെ കത്തിപ്പടർത്തുന്നത് കണ്ടു. എനിക്കതിൽ വിചിത്രമായി തോന്നിയത് ചില ചാനലുകളൊക്കെ വളരെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു ഭാഗം എൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഷെഹനാസ് എഴുത്തുകാരിയും അവതാരികയും മാധ്യമപ്രവർത്തകയും പിന്നെ പാർട്ടിയിൽ എന്തൊക്കെയോ ആണ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ വളരെ നിസ്സാരമായ ചില സംഗതികളെക്കുറിച്ചൊരു അറിവില്ലായ്മ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളിനെയും അല്ലെങ്കിൽ മറ്റേ ആളിനെയും കൂടി ഒരുമിച്ച് ഇരുത്തിയുള്ള ഒരു അഭിമുഖം ഇന്നുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരാക്ഷേപങ്ങൾക്കും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഫാരിസ് അബൂബക്കർ മുതൽ ഇങ്ങോട്ട് കുറേ ആളുകൾ ഇതുപോലെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ വിധേയമായി അവരുടെ അഭിമുഖങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇപ്പം നമ്മൾ ഈ ഹാഷ്മി താജിനെ അങ്ങ് പഞ്ഞിക്കിടുമ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ അരുൺകുമാർ ഒരു ഇൻ്റർവ്യൂ എടുത്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അതിക്രൂരമായി 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ എല്ലാ അർത്ഥത്തിലും പ്രതിയായ ഒരാളിനെ ഇരുത്തി നല്ല വൃത്തിക്ക് നമ്മുടെ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞിട്ട് കത്തിക്കുന്നത് കണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടക്കുമ്പോഴൊന്നും എതിർവശത്ത് നിൽക്കുന്ന ആളുകളാരും നമ്മൾ കാണാറില്ല, അല്ലെങ്കിൽ അങ്ങനെ വെല്ലുവിളിക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു അമിതമായ എന്താ പറയുന്നത് വികാരനിർഭരമായ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് പോലെ തോന്നി ഈ ഷെഹനാസിൻ്റെ ഈ പ്രതികരണം കണ്ടപ്പോൾ. ഇപ്പോൾ ഇത് കണ്ടാൽ തോന്നുക ഈ പറഞ്ഞതൊക്കെയും ഷെഹനാസിനെയാണോ, പുള്ളി പേര് പറയാതെ പറഞ്ഞ കോൺഗ്രസ്സിലെ ട്രൈറ്റർ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങനെ ആണോ എന്ന് തോന്നിപ്പിക്കും വിധമായി പോയി ആ പ്രതികരണത്തിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാവമൊക്കെ. ഏതായാലും ഇനി ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വികാരനിർഭരമായി ഇറങ്ങി ആവേശം കൊണ്ട് വീണ്ടും വീണ്ടുമൊക്കെ നമ്മൾ എന്താ പറയുന്നത് അതിൻ്റെ ഒരു സെൻട്രൽ ഫോക്കസായി മാറി ഈ കാര്യങ്ങളെ അങ്ങ് സ്വന്തമായി നമ്മൾ ചുമലിലേറ്റി അതിൻ്റെ പാപഭാരം മുഴുവൻ സ്വന്തം തലയിൽ ചുമക്കുന്നൊരു പ്രവൃത്തിയിലേക്ക് പോകാതിരിക്കലാണ് ഏറ്റവും ഉചിതമായ കാര്യം. പ്രത്യേകിച്ച് ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, വീട്ടിലിരുന്ന ഒരു PV അൻവറിനെ കുത്തി ഇളക്കി ലൈവ് അടിച്ചടിച്ച് ആദ്യം പുള്ളിയെ പുറത്തിറക്കിയിട്ട് പിന്നെ പുള്ളിയെ അടിച്ച് തെള്ളി താഴെയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയെ പൊക്കിക്കൊണ്ടുവന്ന് പിന്നെ പുള്ളിയെ ഒന്നും അല്ലാതാക്കി അങ്ങോട്ട് മാറ്റി നിർത്തി. ഇതിപ്പോഴിപ്പോഴും തുടങ്ങിയതല്ല, കാലം ഒരുപാടായി തുടങ്ങിയ ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ. അവർക്ക് വേണ്ടതിനെ വേണ്ടത്ര ഹൈപ്പ് കൊടുത്ത്, പണ്ട് സരിതയെ കൊണ്ട് നടന്ന് ഹൈപ്പ് കൊടുത്ത് ഭയങ്കര സ്പേസ് കൊടുത്ത് കത്തിക്കേറി കൊണ്ടുവന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായത്
അവരുടെ ചികിത്സയ്ക്ക് കാശില്ലാത്തതിന് ആരെങ്കിലും മരുന്നിന് കാശ് കൊടുക്കുമോ പേരറിയാതെ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ട് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ അവരെത്തിപ്പെടുന്ന ഒരവസ്ഥ കാണുന്നതിനിടെ ഇപ്പോൾ ആരുണ്ട് കൂടെ അവരുടെ കൂടെ? ഈ വാർത്ത കൊടുത്തവരും ലാഭം ഉണ്ടാക്കിയവരും ചാനൽ ഉണ്ടാക്കിയവരും ആരെങ്കിലും ഉണ്ടാവുമോ? ഈ വിവാദം ഉണ്ടാക്കി ചിലരെ പുറത്തിറക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പലതിലും ഉണ്ട് ആവേശം കൊള്ളിച്ച് രംഗത്തിറക്കിയിട്ട് അവസാനം ഫിറോസ് കുന്നംപറമ്പലിനെ അങ്ങനെ കൊണ്ടുവന്ന് ആവേശം കൊള്ളിച്ച് ഇയർ മേക്കർ ഓഫ് ദി അവാർഡോ ന്യൂ ഇയർ മേക്കർ ഓഫ് ദി അവാർഡ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെൻറ് ഓഫ് യൂറോപ്പ് ആൻഡ് താമരക്കുളം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ഒരൊറ്റ അടിക്ക് അടിച്ചങ്ങ് നിലത്തിടും. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ.